അപ്പോൾ ഇന്നൊരു വാഴയ്ക്ക അവിയലാകാമെന്ന് വിചാരിച്ചു. അപ്പം ചെറിയ വാഴയ്ക്ക കിട്ടിയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു അവിയൽ വെക്കാം. അത് രണ്ടായിട്ട് മുറിച്ച് ചെറിയ കഷ്ണത്തിൽ നീളത്തിൽ അരിഞ്ഞ് നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് വേവിക്കണം. വേവിക്കുമ്പോൾ ഒരുപാട് അങ്ങ് വേവരുത്, ഒരു 1/4 വേവ്. അതിനുശേഷം നമ്മൾ അരപ്പ് ചേർക്കണം. തേങ്ങയും പിന്നെ ജീരകവും വെളുത്തുള്ളിയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചതച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. വേവിച്ചതിന് ശേഷം നമ്മൾ പിന്നീട് അത് തുറന്നിട്ട് കടുക് വറുത്ത് അതിനകത്തേക്ക് ചേർത്ത് ആ കടുക് വറുത്തതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ അത് അടച്ച് വെക്കണം. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് ചൂടോടെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. നല്ല സ്വാദിഷ്ടമായ നല്ല വാഴയ്ക്ക അവിയൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടികളൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കിച്ചുവിന് രാവിലെ ദോശ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മറ്റ് പലഹാരത്തിനോടൊന്നും വലിയ താല്പര്യമില്ല, ദോശയാണ് ഇഷ്ടം. അപ്പോൾ അതിന് ദോശ ആക്കുമെന്ന് കരുതി. ദോശയ്ക്കകത്ത് നെയ്യ് ഒഴിച്ചിട്ട് നല്ല നെയ്യ് ദോശയായിട്ടാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ നെയ്യൊക്കെ ഒഴിച്ച് നല്ലൊരു സൂപ്പർ ദോശയൊക്കെ ചുട്ട് അതിന് കൊടുത്തു. ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ ഗോതമ്പ് പുട്ടുണ്ടാക്കി. നല്ല അടിപൊളി ഗോതമ്പ് പുട്ട്. ഇതൊക്കെയാണ് രാവിലത്തെ പരിപാടി. ഓക്കേ.